ഹായ് എവരി വൺ 30 മിനിറ്റ്സ് വൺ ഷോട്ട് സീരീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് പ്ലാൻ കിങ്ഡം. മക്കൾ ഏറ്റവും ബെസ്റ്റ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. വിത്തിൻ 30 മിനിറ്റ്സ് കൊണ്ട് പ്ലാൻ കിങ്ഡം എന്ന അടിപൊളി ചാപ്റ്ററിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ചാപ്റ്റർ. നമുക്ക് ആദ്യം നോക്കേണ്ടത് മക്കളെ പ്ലാൻ കിങ്ഡത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ കാണാം, അതേപോലെ ബ്രാഞ്ചസ് ഓഫ് ടാക്സോണമി കാണാം, വേരിയസ് പ്ലാൻ ഗ്രൂപ്പ്സ് കാണാം. ഇങ്ങനെ 3 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഏറ്റവും ആദ്യം ഏതൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് നോക്കിയാൽ ഞാൻ പറയും 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാ? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ദ സെയിം കേസ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഈ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ്റെയും പ്രത്യേകത എന്താന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാ? ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ മോർഫോളജിയാണ്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ മോർഫോളജി അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, മോർഫോളജി ഉണ്ട്, അതേപോലെ തന്നെ അനാറ്റമി ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷനോ? ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാ? എവല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. മക്കളെ ശ്രദ്ധിക്കുക, എവല്യൂഷനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കും മക്കളെ, എവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലേ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കാണേണ്ടത്, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒക്കെ പിന്നിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ പിന്നിൽ പ്രശസ്തനായ നമ്മുടെ കാൾ ലിനേയസ് ആണ്. ഓക്കെ ആണോ? അതേസമയം നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ പിന്നിൽ ആരാ? നമ്മുടെ പ്രിയപ്പെട്ട ബെൻതാം ആൻഡ് ഹുക്ക്, ജോർജ് ബെൻതാം ആൻഡ് ജോസഫ് ഡാൽട്ടൺ ഹുക്ക്. ഇവരല്ലേ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളുടെ പേര് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇത് എവല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം. സോ ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ടാക്സോണമിയെ കുറിച്ച് അറിയണം. ഏതൊക്കെ ബ്രാഞ്ചസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം? 3 ബ്രാഞ്ചസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഏതൊക്കെയാ 3 ബ്രാഞ്ചസ്? ഒന്ന് നോക്കാം, ന്യൂമറിക്കൽ ടാക്സോണമി ഉണ്ട്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? എല്ലാ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ട്. അപ്പോൾ സൈറ്റോ ടാക്സോണമിയോ കെമിക്കൽസിനെ ബേസ് ചെയ്തിട്ടാണോ സൈറ്റോളജിനെ ബേസ് ചെയ്തിട്ടാണോ? ഒരു സംശയമില്ല, സൈറ്റോളജിയെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ കീമോ ടാക്സോണമിയോ കെമിക്കൽ കോൺസ്റ്റുവൻസിനെ ബേസ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് ഓൾ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ട. അതേസമയം സൈറ്റോ ടാക്സോണമിയോ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ ആണ്, ലൈക്ക് ക്രോമസോം നമ്പർ, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ബിഹേവിയർ. അങ്ങനെയാണെങ്കിൽ മക്കളെ കീമോ ടാക്സോണമിയോ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പ്ലാന്റ്സ് ആണ്. എന്തിനു വേണ്ടി? ടു റിസോൾവ് കൺഫ്യൂഷൻസ്. ഈ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനല്ലേ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ 3 ബ്രാഞ്ചസുകളെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ കിട്ടി. ഇനി അവസാനത്തെ പാർട്ടിലേക്ക് മൂവ് ചെയ്യാണ്, ദാറ്റ് ഈസ് വേരിയസ് പ്ലാൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ഏതൊക്കെ പ്ലാൻ ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്? ഇത്രയും പ്ലാൻ ഗ്രൂപ്പ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? ആൽഗെ, അതേപോലെ ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പംസ്, ആൻജിയോസ്പംസ്. അതിൽ ആൻജിയോസ്പംസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് 2024 നീറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൽഗെ മുതൽ ജിംനോസ്പംസ് വരെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആൽഗയിലേക്കൊന്ന് പോകാം. ആൽഗയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം? അപ്പോൾ ആൽഗയെക്കുറിച്ച് നമ്മൾ ആദ്യം കേൾക്കേണ്ട ഫീച്ചർ ഒന്ന്, അതിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അപ്പം നമ്മൾ അതിൻ്റെ മേജർ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം അറിയേണ്ട ഒരു കാര്യം, ആൽഗി എന്ന് പറയുന്നത് ക്ലോറോഫിൽ ഉള്ളതാണ്, താലോയിഡ് ആണ്, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കും, അതേപോലെ എക്വാട്ടിക് ആണ്, ഫ്രഷ് വാട്ടറിലും കാണാം, മെറൈനിലും കാണാം. അങ്ങനെയാണെങ്കിൽ ഇവർ ഫംഗസിൻ്റെ കൂടെയും കാണും, അതേപോലെ ആനിമൽസിൻ്റെ കൂട്ടത്തിലും കാണും.
ഫംഗസിന്റെ കൂട്ടത്തിലാണെങ്കിൽ ലൈക്കൻസ് എന്ന് വിളിച്ചു. ആനിമൽസിൽ ആർബോറിയൽ ആയിട്ടുള്ള മരത്തിന്റെ മുകളിൽ കാണുന്ന സ്ലോത്ത് ബിയർ. പിന്നെ ഇവരുടെ സൈസ് നോക്കും മക്കളെ, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഫോം മുതൽ കോളനി ആയിട്ട് കാണുന്ന ഗ്രൂപ്പ് ഉണ്ട്. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഫിലമെന്റസ് ആയിട്ടുള്ളതും കാണാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം കൂടെ അറിഞ്ഞിരുന്നാൽ മതി, കെൽപ്സ് എന്താ എന്നറിയണം. ഏറ്റവും ലാർജസ്റ്റ് ഫോം ഓഫ് ആൽഗിയാണ് കെൽപ്സ്. അപ്പൊ ആൽഗയുടെ ബേസിക് ഫീച്ചേഴ്സ് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ആൽഗയുടെ റീപ്രൊഡക്ഷൻ നോക്കാം. അപ്പൊ ആൽഗയുടെ റീപ്രൊഡക്ഷൻ എടുക്കുമ്പം ആൽഗെ 3 തരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെ? വെജിറ്റേറ്റീവ് ആയിട്ട്, അസെക്ഷൽ ആയിട്ട്, സെക്ഷൽ ആയിട്ട്. ഈ 3 ടൈപ്പില് വെജിറ്റേറ്റീവ് എപ്പോഴും ഫ്രാഗ്മെന്റേഷനാണ്, അതേസമയം അസെക്ഷൽ എപ്പോഴും സൂസ്പോസ് വഴി. സെക്ഷൽ റീപ്രൊഡക്ഷൻ എപ്പോഴും ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോഗാമി ഉണ്ട്, അനൈസോഗാമി ഉണ്ട്, ഊഗാമി ഉണ്ട്. ഐസോഗാമി എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ഗാമീറ്റ്സ്, അനൈസോഗാമി എന്ന് പറഞ്ഞാൽ ഡിസിമിലർ ഗാമീറ്റ്സ്. ഊഗാമിയോ സൈസ് ചെറുതായ മെയിലും സൈസ് വലുതായ ഫീമെയിൽ ഗമീറ്റുമായിട്ടുള്ള ഫ്യൂഷൻ. അപ്പൊ ആൽഗേന്റെ റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. റീപ്രൊഡക്ഷൻ എപ്പോഴും ഇമ്പോർട്ടൻറ്റുമാണ്. ഇനി നമ്മൾ ആൽഗയുടെ എന്താ പഠിക്കാനുള്ളത്? ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുമ്പം ആൽഗയെ കൊണ്ട് എവിടെയൊക്കെയാണ് ആവശ്യമുള്ളത്? അപ്പം നമ്മൾ പറയും കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ, അത് ഡിസോൾവ് ഓക്സിജന്റെ റിലീസ് കൂട്ടും. എർത്തിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ഏറ്റവും കൂടുതൽ ഫോട്ടോസിൻസ് നടത്തുന്ന ആൾക്കാർ. അതേപോലെ തന്നെ മക്കളെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പം ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ആൽഗകൾ ഏതൊക്കെയാ? പോർഫൈറ, ലാമിനേരിയ, സർഗാസം, ഇവരൊക്കെ കടലിലുള്ളവരല്ലേ? യെസ്. അതേപോലെ തന്നെ മക്കളെ ചില മെറൈൻ ആൽഗെ ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രോകൊളോയിഡ്സ്, വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്ന സബ്സ്റ്റൻസ് സംഭരിച്ചു വെക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. ബ്രൗൺ ആൽഗയിൽ ആൽജിൻ ആണെങ്കിൽ റെഡ് ആൽഗയിൽ അത് എപ്പോഴും കരാജിൻ ആയിരിക്കും. അതേപോലെ തന്നെ റെഡ് ആൽഗെ ജെലീഡിയം ആൻഡ് ഗ്രാസ്ലിനറിൽ നിന്ന് കിട്ടുന്ന അഗാർ മൈക്രോ ഓർഗാനിസംസിന്റെ പ്രിപ്പറേഷനിൽ, അതേപോലെ ഐസ്ക്രീംസിന്റെ പ്രിപ്പറേഷനിലൊക്കെ യൂസ് ചെയ്യും. അതേപോലെ മക്കളെ ക്ലോറല്ല സ്പൈറുലിന പ്രോട്ടീൻ റിച്ച് ആൽഗിയാണ്, ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഈ 7 പോയിന്റ്സ് എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടാവണം, ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഇനി ആൽഗയിൽ എന്താ അറിയേണ്ടത്? ആൽഗയുടെ ക്ലാസിഫിക്കേഷനും ഏതൊക്കെ ടൈപ്പ് ആൽഗ ഉണ്ടെന്നും അറിയണം. അപ്പം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഈ ബോക്സ് ഇതിൽ 3 ആൽഗയുടെ പേര് നമുക്കറിയാം. ഗ്രീൻ ആൽഗി ആണെങ്കിൽ ക്ലോറോഫൈസി, ബ്രൗൺ ആൽഗി ആണെങ്കിൽ ഫയോഫൈസി, റെഡ് ആൽഗി ആണെങ്കിലോ റോഡോഫൈസി. അതിന്റെ പിഗ്മെന്റ്സ് നോക്കും മക്കളെ. റെഡ് ആൽഗി ആണെങ്കിൽ ക്ലോറോഫിൽ എയും ഡിയും ഫൈക്കോറിത്തറിനും. ഫയോഫൈസി ബ്രൗൺ ആൽഗി ആണെങ്കിലോ ക്ലോറോഫിൽ എ ഉണ്ട്, സി ഉണ്ട്, ഫ്യൂക്കോസാന്തൻ ഉണ്ട്. ക്ലോറോഫൈസി ഗ്രീൻ ആൽഗി ആണെങ്കിലോ ക്ലോറോഫിൽ എയും ബിയും മാത്രമല്ലേ ഉള്ളൂ. ഇനി ഗ്രീൻ ആൽഗിയിൽ സ്റ്റാർച്ച് അല്ലേ സ്റ്റോർഡ് പ്രൊഡക്റ്റ്, ബ്രൗൺ ആൽഗയിലോ മാനിറ്റോളും ലാമിനാരിനും, റെഡ് ആൽഗയിലോ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. അപ്പൊ ഈ ഒരു പ്രത്യേകതയുള്ള കുറച്ച് ഫുഡ് സ്റ്റോറേജ് സബ്സ്റ്റൻസ് എപ്പോഴും ഓർത്തിരിക്കണം. അതേപോലെ തന്നെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നതോ ഗ്രീൻ ആൽഗെ സെല്ലുലോസ് ആണ്, ബ്രൗൺ ആൽഗെ സെല്ലുലോസിന് പുറമെ ആൽജിൻ ഉണ്ട്, റെഡ് ആൽഗയിൽ സെല്ലുലോസും പെക്റ്റിനും ഉണ്ടാവും. ദെൻ ഫ്ലജെല്ലം എടുത്താലോ ഗ്രീൻ ആൽഗയിൽ 2 to 8 ആണ്, ഒരേ സൈസാണ്, അതും തലഭാഗത്താണ്. ബ്രൗൺ ആൽഗയിൽ 2 എണ്ണേ ഉള്ളൂ, അത് അൺഈക്വൽ ആണ്. അതേസമയം റെഡ് ആൽഗയിൽ ഫ്ലജെല്ലമേ ഇല്ല. ഈ ഹാബിറ്റാറ്റിനെ കുറിച്ച് പറയുമ്പോൾ മക്കളെ എല്ലാവരും എല്ലാ സ്ഥലത്തും കാണും. മെയിനായിട്ട് ബ്രൗൺ ആൽഗയും ഗ്രീൻ ആൽഗയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബ്രൗൺ ആൽഗെ കംപ്ലീറ്റ്ലി സീ കടലിലാണ്, അതേസമയം ഗ്രീൻ ആൽഗെ ഫ്രഷ് വാട്ടറിലാണ്. റെഡ് ആൽഗെ കംപ്ലീറ്റ്ലി അണ്ടർ സീ. അപ്പോൾ ആൽഗയെ കുറിച്ചുള്ള ബേസിക് ഐഡിയ ആയല്ലോ. ഇനി ആൽഗകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് നോക്ക്. ക്ലോറോഫൈസിയിലാണെങ്കിൽ ഇത്രയും ടൈപ്പ് ആൽഗകളെ കുറിച്ച് നമ്മൾ അറിയണം. ക്ലാമിഡോമോണാസ് ഉണ്ട്, വോൾവോക്സ് ഉണ്ട്, യുളോത്രിക്സ് ഉണ്ട്, സ്പൈറോഗൈറി ഉണ്ട്. അതിൽ ഇത് വോൾവോക്സ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് യുളോത്രിക്സ് ആണ്. അപ്പോൾ ഈ 2 ആൽഗകളെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടി. ബ്രൗൺ ആൽഗെ നോക്കും മക്കളെ. എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേരിയ, സർഗാസം ആൻഡ് ഫ്യൂക്കസ്. ഇതിൽ ഏറ്റവും ആദ്യം കാണുന്നത് ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം കാണുന്നത് ലാമിനേരിയാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ. രണ്ടാമത് കാണുന്നത് ഫ്യൂക്കസ്, മൂന്നാമത് കാണുന്നത് ഡിക്റ്റിയോട്ട. അപ്പോൾ ബ്രൗൺ ആൽഗയിലെ 3 ആൾക്കാരെയും പരിചയപ്പെട്ടല്ലോ. റെഡ് ആൽഗയിലെ 2 ആൽഗ എപ്പോഴും ഫേമസ് ആണ്. ഒന്ന് പോർഫൈറി ഉണ്ട്, അതേപോലെ തന്നെ ഒന്ന് പോളിസൈഫോണിയ ഉണ്ട്. ആദ്യം കാണുന്നത് പോർഫൈറയാണ്, രണ്ടാമത് കാണുന്നത് പോളിസൈഫോണിയ.
മക്കളെ ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൽഗി ഏതാണെന്നറിയോ? ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൽഗി ഏതാന്ന് ചോദിച്ചാൽ അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, അത് ഗ്രീൻ ആൽഗിയാണ്, ഒരു സംശയമില്ല. കാരണം ഇവർക്ക് ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്താ കാണാം. അതും വ്യത്യസ്തമായ ഷേപ്പിൽ തന്നെ കാണാം. റൗണ്ട് ഷേപ്പ് ഉണ്ടാവും, ഡിസ്കോയിഡ് ഉണ്ടാവും, സ്പൈറൽ ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവരാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൽഗെ. അപ്പം നമ്മൾ ആൽഗയെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ ആരെക്കുറിച്ച് അറിയേണ്ടത്? ബ്രയോഫൈറ്റ്സിനെ കുറിച്ചല്ലേ. അപ്പം ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കണം? ബ്രയോഫൈറ്റ്സിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് അറിയണം. അപ്പോൾ ജനറൽ ഫീച്ചേഴ്സിൽ നമ്മൾ ആദ്യം കേൾക്കേണ്ടത് ബ്രയോഫൈറ്റ്സിനെ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? കാരണം അവർ മണ്ണിലാണ് കാണുക, വെള്ളത്തിൽ മസ്റ്റായിട്ട് അവർക്ക് ജീവിക്കണം. കാരണം എന്തിനാ? സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് മെയിൽ ഗമീറ്റ്സിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത് ബ്രയോഫൈറ്റ്സിനെ. മക്കളെ ബ്രയോഫൈറ്റ്സിനെ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യാം? അത് അതിനേക്കാളും പ്രാധാന്യമുള്ള കേസല്ലേ? യെസ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യാൻ ചോദിച്ചാൽ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തെ ഗ്രൂപ്പാണ് ലിവർവേർഡ്സ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ്. ആ ലിവർവേർഡ്സിൽ മക്കളെ മാർക്കാൻഷ്യ ഉണ്ട്, അതേപോലെ തന്നെ റിക്സി ഉണ്ട്. അതേസമയം അഡ്വാൻസ് ഗ്രൂപ്പ് ഏതാ? അഡ്വാൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മോസസ് ആണ്. മോസസിൽ ആരൊക്കെ വരും? ഫ്യുണേറിയ വരും, സ്ഫാഗ്നം വരും. ഓക്കെ. ഈ ഒരു ഫ്യുണേറിയ അതിൻ്റെ സ്ട്രക്ചറായിട്ട് എടുത്താൽ നമുക്ക് ഗെമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ട്, അതേപോലെ തന്നെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ട്. ഇതിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആരാ? ഡോമിനേറ്റ് ചെയ്യുന്നത് ഗെമിറ്റോഫൈറ്റാ. സ്പോറോഫൈറ്റ് അതിൻ്റെ മുകളിൽ പാരസൈറ്റ് ആയിട്ടാണ് കാണാം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ഇവന്മാർ ഫുഡായിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട സ്ഫാഗ്നമില്ലേ, അത് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ദൂരെ നാടുകളിലേക്ക് പോകുമ്പം നമ്മളത് മെറ്റീരിയൽസ് ചെടികളൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇട്ട് വെക്കും. പീറ്റ്മോസ് എന്നും സ്ഫാഗ്നത്തിനെ അറിയപ്പെടും. അതേപോലെ തന്നെ മണ്ണൊലിപ്പ് തടയാൻ, സോയിൽ ഇറോഷൻ തടയാനായിട്ട് ആര് യൂസ് ചെയ്യുന്നുണ്ട്? ബ്രയോഫൈറ്റ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് ഓക്കെ? അവസാനമായിട്ട് നമ്മൾ അറിയേണ്ടത് ബ്രയോഫൈറ്റ്സിൻ്റെ ലൈഫ് സൈക്കിളാണ്. അപ്പോൾ ബ്രയോഫൈറ്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ പ്രത്യേകത ബ്രയോഫൈറ്റിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബ്രയോഫൈറ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ മക്കളെ ഏറ്റവും ആദ്യം നമ്മൾ മോസ് പ്ലാന്റ് എന്തുണ്ടാക്കുന്നതാണ്. മോസ് പ്ലാന്റിൽ ആന്ത്രീഡിയം ഉണ്ട്, ആർക്കിഗോണിയം ഉണ്ട്. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ആന്ത്രീഡിയം എന്ന് വിളിക്കും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ആർക്കിഗോണിയം എന്ന് വിളിക്കും. ഇതതിൻ്റെ സെക്സ് ഓർഗൻസ് ആണ്. അതിൽ മക്കളെ ആന്ത്രീഡിയം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മെയിൽ ഗമീറ്റ്സും ആർക്കിഗോണിയം ഫീമെയിൽ ഗമീറ്റ്സും അല്ലേ. അപ്പം ഇത് മെയിലും ഇത് ഫീമെയിലും. മെയിലിനെ ആന്ത്രോസോയിഡ്സ് എന്ന് വിളിക്കും. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ, നോക്ക് മക്കളെ, ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് പിന്നീട് ഡിവൈഡ് ചെയ്യും. ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എംബ്രിയോ പോലത്തെ ഒരു സ്ട്രക്ചറും പിന്നെ അവിടുന്ന് സ്പോറോഫൈറ്റും ഡെവലപ്പ് ചെയ്യും. ആ സ്പോറോഫൈറ്റിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട് എന്ന് നേരത്തെ നമ്മൾ കണ്ടു. സ്പോറോഫൈറ്റിൽ ഇതാണ് ഗെമിറ്റോഫൈറ്റ് എന്ന് വിചാരിക്കുക, ലീഫി സ്ട്രക്ചർ മോസ് പ്ലാന്റ്. അതിൽ നിന്ന് ഇങ്ങനെ സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യും. ആ സ്പോറോഫൈറ്റിൽ ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ, ഇതാണ് ക്യാപ്സ്യൂൾ. അപ്പോൾ സ്പോറോഫൈറ്റ് എന്തുണ്ടാക്കും? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. സ്പോർ മദർ സെൽസ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പോർ പോയിട്ട് മക്കളെ എന്ത് ഫോം ചെയ്യും? ഒരു ഫിലമെൻ്റസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കും. അതിനെ പ്രോട്ടോണീമ എന്ന് വിളിക്കും. ഈ പ്രോട്ടോണീമ എന്നാണ് മോസ് പ്ലാന്റ് ഉണ്ടാവുക. അപ്പം ചുരുക്കി പറഞ്ഞാൽ പ്രോട്ടോണീമ ഫസ്റ്റ് സ്റ്റേജും അതേസമയം മോസ് പ്ലാന്റ് സെക്കൻഡ് സ്റ്റേജുമാണ്. അപ്പോൾ ഗെമിറ്റോഫൈറ്റിന് 2 സ്റ്റേജാണ്. ഒന്ന് പ്രോട്ടോണീമ സ്റ്റേജും ഉണ്ട്, ഒന്ന് മോസ് സ്റ്റേജും ഉണ്ട്, അതായത് ലീഫി സ്റ്റേജ്. അപ്പോൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് ഏകദേശം നല്ലൊരു ധാരണ കിട്ടിയല്ലോ. ഇനി നമ്മൾ ആരെക്കുറിച്ച് അറിയേണ്ടത്? ഇനി നമ്മൾ ടെറഡോഫൈറ്റ്സും ജിംനോസ്പംസിനെ കുറിച്ചല്ലേ അറിയേണ്ടത്. അപ്പം ടെറഡോഫൈറ്റ്സിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ? ആദ്യം ടെറഡോഫൈറ്റ്സ് കാണാൻ എങ്ങനെയാന്ന് നോക്കാം. ഇതല്ലേ മക്കളെ ടെറഡോഫൈറ്റ്സ്. ഈ ടെറഡോഫൈറ്റ്സിൽ ആദ്യം തന്നെ കേൾക്കേണ്ടത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൽ അറിയേണ്ടത്? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ അവർ എവിടെയാണ് കാണുന്നതെന്ന് നോക്ക്. കൂൾ, ഡാം, ഷെയ്ഡി പ്ലേസസിലാണ്, തണലുള്ള പ്രദേശത്താണ്. എവല്യൂഷണറി ഇവരാണ്
ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാൻ സൈലോം ഫ്ലോയും ഉണ്ടാക്കിയ ആദ്യത്തെ ഗ്രൂപ്പ്. അപ്പം ശരിക്കും പറഞ്ഞ ഫസ്റ്റ് വാസ്കുലാർ ലാൻഡ് പ്ലാൻസ് ആരാന്ന് ചോദിച്ചാൽ ടെറഡോഫൈറ്റ് അല്ലേ മക്കളെ? അതെ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ക്ലാസിഫിക്കേഷൻ അറിയണം. അതേപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ടെറഡോഫൈറ്റ്സ് ഉണ്ടെന്ന് അറിയണം. അതിൻ്റെ ലൈഫ് സൈക്കിളും കൂടി അറിയണം. അപ്പം നമ്മൾ പറയും 4 ഗ്രൂപ്പാണ് ടെറഡോഫൈറ്റ്സ്. ഏതൊക്കെയാ? സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫിനോപ്സിഡ, ടിറോപ്സിഡ. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്ക്. സൈലോട്ടം സൈലോപ്സിഡയിലാണ്. അതേസമയം സെലാജിനലി ലൈക്കോപോഡിയം ലൈക്കോപ്സിഡയിലാണ്. ഈക്വസീറ്റം സ്ഫിനോപ്സിഡയിലാണ്. ഡ്രയോപ്ട്രസും ടെറിസും അഡിയാൻഡും എസോള ബയോ ഫെർട്ടിലൈസർ ആയിട്ടുള്ള എസോള, വാക്കിംഗ് ഫോൺ ആയിട്ടുള്ള അഡിയാൻഡും ഒക്കെ ടിറോപ്സിഡയിലാണ്. ഇനി ഏതൊക്കെ ടൈപ്പ് ടെറഡോഫൈറ്റ്സ് ഉണ്ടെന്ന് അറിയണ്ടേ? ലൈക്കോപ്സിഡയിൽ സെലാജിനലിയാണ് മക്കളെ ഈ കാണുന്നത്. അതേസമയം സിനോപ്സിഡയിൽ ഈക്വസീറ്റം, അതേപോലെ തന്നെ ഫേൺസ്, അതേപോലെ തന്നെ ആഫ്രിക്കൻ പായൽ എന്നറിയപ്പെടുന്ന സാൽവീനിയാണ് നിങ്ങളിവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, ലൈഫ് സൈക്കിളിൽ നമ്മൾ ഫേൺ പ്ലാന്റിനെ കുറിച്ച് പറയുമ്പം ഫേൺ പ്ലാന്റിൽ ഇതേപോലെ എന്തുണ്ട്? ഫേൺ പ്ലാന്റ് ലീഫിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സ്പോറോഫിൽ എന്നാണ്. കാരണം ലീഫിൻ്റെ ഉള്ളിലാണ് ഇത് ഫോം ചെയ്യുക. സ്പോറോഫിൽ എന്ത് ഫോം ചെയ്യും? സ്പോറ് ഫോം ചെയ്യും. ആ സ്പോറ് പോയിട്ട് മണ്ണിൽ വീണ ശേഷം ഹാർട്ട് പോലത്തെ ഒരു സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ പ്രോത്താലസ് എന്ന് വിളിക്കും. ആ പ്രോത്താലസിൻ്റെ ഉള്ളിലായിട്ട് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. അതിൽ മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ ആന്ത്രീഡി എന്ന് വിളിക്കുമ്പം ഫീമെയിൽ സെക്സ് ഓർഗനെ ആർക്കിഗോണിയം എന്ന് വിളിക്കും. അപ്പം ആന്ത്രീഡിയം ആൻഡ് ആർക്കിഗോണിയം. അതിൽ ഈ ആന്ത്രീഡിയം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം ആർക്കിഗോണിയോ ഫീമെയിൽ ഗമീറ്റ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യും. അപ്പോൾ സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. ആ എംബ്രിയോ ആണ് ഫേൺ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. എത്ര സിമ്പിളായിട്ടാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കിട്ടിയെന്ന് നോക്ക്. ഇതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ആരാ? ഡോമിനേറ്റ് ചെയ്യുന്നത് സ്പോറോഫൈറ്റ് ആണ്. അപ്പം സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് അല്ലേ? അതെ. അപ്പം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുക. അതേസമയം പ്രോത്താലസ് ഹാപ്ലോയിഡ് ആണ്. അതാണ് ഗെമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഹെറ്ററോസ്പോറസ് കണ്ടീഷനാണ്. അതായത് സ്പോർസ് വേണമെങ്കിൽ 2 തരത്തിൽ വരാം. ഏതൊക്കെയാ 2 തരത്തിൽ? ഹോമോസ്പോറസും വരാം, ഹെറ്ററോസ്പോറസും വരാം. അപ്പം നോക്ക് മക്കളെ, മെജോറിറ്റി ടെറഡോഫൈറ്റിൽ സ്പോറ് സെയിം ടൈപ്പാണ്, ഹോമോസ്പോറസ് എന്ന് വിളിക്കും. അതേസമയം സെലാജിനെല്ല സാൽവീനിയയിൽ 2 വ്യത്യസ്തമായ സ്പോറ, ലാർജും സ്മോളും. അവരെ ഹെറ്ററോസ്പോറസ് എന്ന് വിളിക്കും. ആ ഹെറ്ററോസ്പോറസിലെ മെഗാസ്പോസും മൈക്രോസ്പോസും എന്ത് സംഭവിക്കും? ലാർജ് മെഗാസ്പോർ ഫീമെയിലും സ്മോൾ മെഗാസ്പോസ് എന്ത് മെയിൽ ഗെമിറ്റോഫൈറ്റ് ആയിട്ടും മാറും. അങ്ങനെ അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യും. അവിടുന്ന് മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും ഉണ്ടാവും. ഫ്യൂസ് ചെയ്യും, എംബ്രിയോ. ഈ എംബ്രിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സീഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. യഥാർത്ഥത്തിൽ ശരിക്കുള്ള സീഡ് കാണില്ല, പക്ഷെ സീഡിന്റെ ഒരു ഡെവലപ്മെന്റ് കാണിക്കും. ആ ഒരു ഇവന്റ് മക്കളെ, സീഡ് ഹാബിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇവന്റ് ശരിക്കും ടെറഡോഫൈറ്റ്സിന്റെ ലൈഫ് സൈക്കിളിലെ അല്ലെങ്കിൽ ടെറഡോഫൈറ്റ്സിന്റെ ആ ഒരു ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്. ആൻഡ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. മക്കളെ, ഏറ്റവും അവസാനത്തെ ജിംനോസ്പേമും കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്താ ജിംനോസ്പേംസിന്റെ പ്രത്യേകത? നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നല്ലേ നമ്മളതിനെ വിളിക്കുക? അതെ. അപ്പോൾ ജിംനോസ്പേംസിന്റെ പ്രത്യേകത എന്താ? ഓവ്യൂൾസ് ഒരിക്കലും ഒരു ഓവറി വോളിൽ കവേർഡ് അല്ല. ഓവ്യൂൾ ഉണ്ട്, പക്ഷെ ഓവറി ഇല്ല. അതുകൊണ്ട് എന്താ? സീഡുണ്ട്, ഫ്രൂട്ടില്ല. ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് നോക്ക് മക്കളെ, നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. ഇവരുടെ ക്ലാസിഫിക്കേഷൻ നോക്ക്. നമ്മളിവരെ 3 ആക്കി ഡിവൈഡ് ചെയ്യും. സൈക്കഡൈൽസ്, കോണിഫറൈൽസ്, ജിങ്കോയിൽസ്. ഈ കാണുന്നത് ആരാ മക്കളെ? ഈ സൈക്കഡൈൽസിൽ ഈ കാണുന്നത് സൈക്കസ് ആണ്. കോണിഫറൈൽസിൽ പൈനസ് ആണ്. ജിങ്കോയിൽസിൽ ജിങ്കോ ആണ്. കണ്ടോ? ഇസ് ഇറ്റ് ഓക്കെ? അപ്പം ഇവരെ നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഇനി ഇതിലൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ജിംനോസ്പേംസിൽ സൈസ് കുറഞ്ഞ മരങ്ങൾ മുതൽ ലാർജ് ട്രീസ് ഉണ്ട്. അതിൽ പൈനസിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ വേരിൽ മൈക്കോറൈസൽ ഫംഗൽ അസോസിയേഷൻ ഉണ്ട്. അതേസമയം സൈക്കസിനോ, സൈക്കസിൻ്റെ റൂട്ട് മണ്ണിൻ്റെ മുകളിലോട്ട് വരും. നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന
ബാക്ടീരിയ ഉണ്ട്, മണ്ണിന്റെ മുകളിലോട്ട് വന്ന് പവിഴപ്പുറ്റ് പോലെ തോന്നിക്കും. സോ ദേ ആർ കോൾഡ് കോറലോയിഡ് റൂട്ട്സ്. അതേപോലെ തന്നെ മക്കളെ സൈക്കസിന്റെ സ്റ്റെമ്മ അൺബ്രാഞ്ച്ഡ് ആണ്, അതേസമയം പൈനസിൽ അത് ബ്രാഞ്ച്ഡ് ആണ്. സിട്രസ് എന്ന് പറയുന്ന ദേവദാരുവാണ്, അതിലും ബ്രാഞ്ച്ഡ് ആണ്. സൈക്കസിന്റെ ലീഫ് ഒരുപാട് വർഷം വേണമെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കും. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ മരം ഏതാണെന്നറിയോ? സെക്കോയ. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രീ ഇൻ ജിംനോസ്പം സെക്കോയ, അതും ഈ ഗ്രൂപ്പിലാണ്. കോണിഫേഴ്സ് കഴിഞ്ഞില്ല. ജിംനോസ്പംസിന്റെ ലീഫ് എക്സ്ട്രീം ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. പൈനസിലെ നീഡിൽ ലൈക്ക് ലീവ്സോ സർഫേസ് ഏരിയ കുറച്ച് വാട്ടർ ലോസും കുറയ്ക്കും. തിക്ക് ക്യൂട്ടിക്കിളും സ്റ്റൊമാറ്റ തൊട്ട് താഴെയാ. സാധാരണ സ്റ്റൊമാറ്റ ലീഫിന് ഏറ്റവും മുകളിലല്ലേ, ഇതിൻ്റെ സ്റ്റൊമാറ്റ തൊട്ട് താഴെയാ. വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിംനോസ്പംസിൻ്റെ ഒരു ബേസിക് ലൈഫ് സൈക്കിളും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ജിംനോസ്പംസിൻ്റെ ഒരു എക്സാമ്പിൾ പൈൻ ട്രീ എടുത്തു. അതിൽ പൈൻ ട്രീയിൽ 2 ടൈപ്പ് കോണാണ്. ഒന്ന് മെയിൽ കോണും ഉണ്ട്, ഒന്ന് ഫീമെയിൽ കോണും ഉണ്ട്. ഓക്കെ, മെയിൽ കോണും ഉണ്ട്, ഒന്ന് ഫീമെയിൽ കോണും ഉണ്ട്. ഇപ്പം കോണല്ലേ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ മെയിൽ കോണിൻ്റെ ഉള്ളിലായിട്ട് എന്ത് മൈക്രോസ്പോറോഫിലും ഫീമെയിൽ കോണിൻ്റെ ഉള്ളിലായിട്ട് മെഗാസ്പോറോഫിലും ഉണ്ട്. കണ്ട, മൈക്രോസ്പോറോഫിലും മെഗാസ്പോറോഫിലും ഉണ്ട്. ഇത് എന്താ പ്രൊഡ്യൂസ് ചെയ്യാം? മൈക്രോസ്പോറോഫിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം മെഗാസ്പോറോഫിലിൻ്റെ ഉള്ളിൽ എന്ത് ഓവ്യൂൾ ഉണ്ടാവും. ആ ഓവ്യൂളിൻ്റെ ഉള്ളിലായിട്ട് എംബ്രിയോസാക് ആർക്കിഗോണി ഉണ്ടാവും. അപ്പം ചുരുക്കി പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ പോയിട്ട് മെയിൽ ഗമീറ്റ് ഫോം ചെയ്യും, അതേസമയം ഓവ്യൂളിൻ്റെ ഉള്ളിലായിട്ട് ആർക്കിഗോണി ഉണ്ടാവും. ഈ ആർക്കിഗോണിയത്തിൻ്റെ ഉള്ളിലുള്ള എഗ്ഗ് ആന്ത്രീഡിയം നമ്മുടെ ജിംനോസ്പംസിനില്ല. അപ്പോൾ ഈ ആർക്കിഗോണിയത്തിൻ്റെ ഉള്ളിലുള്ള എഗ്ഗ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്തു? നമ്മുടെ സ്വന്തം മെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തു. ആരാ മെയിൽ ഗമീറ്റ് ഉണ്ടാക്കുന്നത്? പോളൻ ഗ്രെയിൻ. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി. സൈഗോട്ട് പിന്നീട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയി. ആ എംബ്രിയോയ്ക്ക് ചുറ്റും സീഡ് ഡെവലപ്പ് ചെയ്തു. സീഡ് പോയിട്ട് മണ്ണിൽ വീണാൽ അത് മുളച്ച് പൈനസായി. എത്ര സിമ്പിളായിട്ടുള്ള ലൈഫ് സൈക്കിളാണ് നോക്ക്. ഇതാണ് നമ്മുടെ ജിംനോസ്പംസിൻ്റെ ലൈഫ് സൈക്കിൾ. ഓക്കെ ആണോ മക്കളെ? അപ്പം ജിംനോസ്പംസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ഓരോ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എവല്യൂഷണറി ഹിസ്റ്ററി ഏതാണെന്നറിയോ? ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. അതൊരിക്കലും മിസ്റ്റേക്ക് വരില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നോക്ക് മക്കളെ. ദ ക്യാരക്ടേഴ്സ് യൂസ് ടു ക്ലാസിഫൈ വെൻ ദർ ഇസ് നോ ഫോസിൽ എവിഡൻസ് ഇറ്റ്സ് സപ്പോർട്ടീവ്. അപ്പോൾ ഫോസിൽ എവിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ? ന്യൂമറിക്കൽ ആവാം, ഏതും എടുക്കാം. ഓക്കെ, ന്യൂമറിക്കൽ ആവാം, കീമോ ആവാം, സൈറ്റോ ആവാം. ഓൾ ഓഫ് ദീസ് അല്ലേ നമുക്ക് വരാം? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് കോമൺ ടു ഓൾ ആൽഗി. എല്ലാ ആൽഗയിലും കാണുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഏതാ? ക്ലോറോഫിൽ എ അല്ലേ മക്കളെ? ശരി. അങ്ങനെയാണെങ്കിൽ നോക്ക്. എ ലീഫി നോൺ വാസ്കുലർ പ്ലാന്റ് വിത്ത് പാരസൈറ്റിക് ജനറേഷൻ ഷുഡ് പ്രോപ്പർലി ക്ലാസിഫൈഡ് ഇൻ. അതായത് സ്പോറോഫൈറ്റിക് ജനറേഷൻ പാരസൈറ്റ് ആണ്, ഒരു സംശയമില്ല, അത് ബ്രയോഫൈറ്റ് ആണ് മക്കളെ. ബ്രയോഫൈറ്റിലാണ് സ്പോറോഫൈറ്റ് എപ്പോഴും പാരസൈറ്റ് ആയിട്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഓഫ് ടെറിഡോഫൈറ്റ് ചോദിച്ചാലോ ഈസി ആയിട്ട് നമുക്ക് പറയില്ലേ? ആന്ത്രീഡിയം ആൻഡ് ആർക്കിഗോണിയ റെസ്പെക്റ്റീവ്ലി. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ നോക്ക് മക്കളെ. കോറലോയിഡ് റൂട്ട്സിന് ആരുമായിട്ടാണ് സിംബയോട്ടിക് അസോസിയേഷൻ? സൈക്കസിന്റെ റൂട്ടിലെ കോറലോയിഡ്. ഇപ്പം നൈട്രജൻ ഫിക്സിങ് സൈനോബാക്ടീരിയ ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്? യെസ്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ഗംഭീരമായൊരു ചാപ്റ്റർ നമ്മൾ 30 മിനിറ്റ്സ് കൊണ്ട് വളരെ ഈസി ആയിട്ട് അവസാനിപ്പിച്ചു. നമുക്കിതിൽ 3 പാർട്ടേ പഠിക്കാനുള്ളൂ. ആ 3 പാർട്ട് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, 3 ബ്രാഞ്ചസ് ടാക്സോണമി ആൻഡ് വേരിയസ് പ്ലാന്റ് ഗ്രൂപ്പ്സ് ഫ്രം ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പം. ആൻജിയോസ്പംസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മോർഫോളജിയിൽ മാത്രമേ പഠിക്കാനുള്ളൂ. Is it okay? Right? So tata, bye-bye, thank you.